ഏകദേശീയ പതാക നിർമ്മാണശാല ഏതാണ്? ഉത്തരം ഹുബ്ലി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 24. ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട്? ഉത്തരം 13. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയില്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം BR അംബേദ്കർ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏതു സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരുണ ആസിഫ് അലി. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം തത്വബോധിനി. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. 3 വട്ടമേശ സമ്മേളനത്തിനും പങ്കെടുത്ത ഏകദേശീയ നേതാവ് ആരാണ്? ഉത്തരം BR അംബേദ്കർ. നേതാജി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ഉത്തരം ശകവർഷ കലണ്ടർ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? ഉത്തരം പിംഗളി വെങ്കയ്യ. സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഉത്തരം ചെങ്കോട്ട. ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1-ാം വട്ടമേശ സമ്മേളനം നടന്നത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1930. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോൺ ലോറൻസ്. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യം തെരഞ്ഞെടുത്തത്? ഉത്തരം വിനോബാ ഭാവെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏക മലയാളി ആരാണ്? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. ജനഗണമന ആദ്യ
ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1911 കൊൽക്കത്ത സമ്മേളനം. ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1989 ലാഹോർ സമ്മേളനം. ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം മദൻ മോഹൻ മാളവ്യ.